3 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് മേഖലയിൽ തെരച്ചിൽ തുടങ്ങിയത്. ഇതിനിടെ സൈന്യത്തെ കണ്ടതോടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സൈന്യം ശക്തമായി ആക്രമിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരാണോ പ്രദേശത്തുള്ളത് എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് കാശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരരുടെ ചിത്രങ്ങൾ പതിപ്പിച്ച പോസ്റ്ററുകളും പതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതിന് പിന്നാലെയായിരുന്നു ഏറ്റുമുട്ടൽ. മറ്റൊരു വാർത്തയുടെ ഭാഗം, തങ്ങളുടെ ചൈനീസ് നിർമ്മിത JF-17 പോർ വിമാനങ്ങൾ ആദംപൂരിലെ റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പോർ വിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും തകർത്തതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ആ ആക്രമണത്തിൽ 60 ഇന്ത്യൻ സൈനികരെ വകവരുത്തിയെന്നും പാക് സേന ആരോപിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ എല്ലാം പൊളിച്ചുകൊണ്ട് ഇന്ന് ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച് S-400 മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ചിത്രമാണ് മോദിയുടെ ആ ഒരു ചിത്രം നമ്മൾ കണ്ടത്. ആദംപൂർ താവളത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മോർഫ് ചെയ്താണ് പാക് സൈന്യം വ്യാജ അവകാശവാദം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി വ്യോമതാവളത്തിലെത്തിയ സൈനികരുടെ ധീരതയെ സല്യൂട്ട് ചെയ്തു. S-400 മിസൈൽ പശ്ചാത്തലമായുള്ള സല്യൂട്ട് ചിത്രം പാകിസ്ഥാനുമായുള്ള ശക്തമായ സന്ദേശം കൂടിയാണ്. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ചിത്രം ഇന്ത്യ പുറത്തുവിടുന്നതും ഇതാദ്യമാണ്. S-400 നിരവധി പാക് മിസൈലുകളെയും ഡ്രോണുകളെയുമാണ് കഴിഞ്ഞ ആഴ്ച വെടിവെച്ചിട്ടത്. ഇന്നു രാവിലെ ആദംപൂരിലെ വ്യോമസേനാ താവളം സന്ദർശിച്ച് നമ്മുടെ ധീരരായ വ്യോമസേനാംഗങ്ങളെയും സൈനികരെയും കണ്ടു. ധീരതയുടെയും ഇച്ഛാശക്തിയുടെയും ഭയരാഹിത്യത്തിന്റെയും പ്രതീകമായ സൈനികർക്കൊപ്പം സമയം ചെലവഴിക്കാനായത് സവിശേഷാനുഭവമായിരുന്നു മോദി എക്സിൽ കുറിച്ചത്. ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ്. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ ചുട്ട മറുപടി നൽകുമെന്നാണ്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കും പുൽവാമ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ബാലാക്കോട്ട് വ്യോമാക്രമണവും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇനി നോർമൽ, പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാന്റെ സ്ഥാനം എവിടെയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ കര വ്യോമ നാവിക സേനകൾ. പാക് സൈന്യത്തെ പരാജയപ്പെടുത്തി അവരുടെ സ്ഥാനം എവിടെയെന്ന് കാണിച്ചു കൊടുത്തു. ചെകുത്താൻ കണ്ണുകൊണ്ട് ഇന്ത്യയെ വീക്ഷിക്കുന്നത് അവരുടെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഭീകരതയുടെ തലപ്പൊട്ടന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആണവായുധം ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് വെച്ചു പുറപ്പിക്കില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. വേണ്ടിവന്നാൽ മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കാൻ യുദ്ധത്തിലേക്ക് നീങ്ങാൻ മടിക്കില്ല. ഇനി മറുപടി നൽകിയാൽ അത് പാകിസ്ഥാന്റെ സർവനാശമായിരിക്കും എന്ന് മോദി പറയുന്നു. ശത്രുക്കൾ മണ്ണോടടിയുമെന്നും മോദി പറഞ്ഞു. ഓരോ ഇന്ത്യക്കാരനും നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾ ചിത്രം രചിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായാണ് എത്തിയത്. ഭീകരവാദികൾ നമ്മളെ വെല്ലുവിളിച്ചു, പക്ഷേ നിങ്ങൾ അവരുടെ തലയ്ക്ക് തന്നെ അടിച്ചു. നിങ്ങൾ അവരുടെ താവളങ്ങൾ തുടച്ചു നീക്കി. 100 ഭീകരവാദികളെ വകവരുത്തി. ഇനി നമ്മളെ ആക്രമിച്ചാൽ സർവനാശമായിരിക്കുമെന്നും അവർ തിരിച്ചറിഞ്ഞു എന്ന് മോദി പറഞ്ഞു. മെയ് 9-നും 10-നും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച വ്യോമത്താവളങ്ങളിൽ ഒന്ന് ആദംപൂരിലായിരുന്നു. ജമ്മു കാശ്മീരിലെ ഉധംപൂരും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും സൈനിക കേന്ദ്രങ്ങൾ അവർ ലക്ഷ്യമിട്ടു. എന്നാൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ്. ഉദ്യോഗസ്ഥന്റെ പേരുവിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന്, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പാകിസ്ഥാന്റെ ആ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, പറഞ്ഞുതരാം. ആ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ പേര് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് സംഭവം.
ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം സംബന്ധിച്ച് ഇന്ത്യയുടെ ശക്തമായ അതൃപ്തി പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 22-ന് പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 30 കുറച്ചത് ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാനെ തീരെ ശക്തമായ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. സിന്ധു നദി ജലക്കരാർ മരവിപ്പിക്കൽ, പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കൽ, ഇന്ത്യയിലെ പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന അന്ത്യശാസനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായിരുന്നു. പാക് കേന്ദ്രീകൃത സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾ ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു. പിന്നാലെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ തകർത്ത് ഇന്ത്യ പഹൽഗാമിന് സൈനിക നടപടിയിലൂടെ മറുപടി നൽകി എന്നുള്ളതാണ്. മുൻകാലങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമായി സാങ്കേതിക വളർച്ചയോടെ സൈന്യങ്ങളും ആ നിലയിൽ അപ്ഡേഷനുകൾ വരുത്തേണ്ട അവസ്ഥയിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോർത്തപ്പോൾ യുദ്ധരംഗത്തെ മികവും ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. പാകിസ്ഥാനെ നിലം തൊടാൻ അനുവദിക്കാതെ ഇന്ത്യൻ മിസൈലുകൾ പാക് നഗരങ്ങളിൽ പതിച്ചു. തിരികെ ഇന്ത്യയെ ലക്ഷ്യമാക്കിയെത്തിയ മിസൈലുകൾ തടുത്തിട്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മികവ് തെളിയിച്ചു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ കരുത്ത് കാട്ടിയ സൈനിക നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേത്. എന്നാൽ ഇന്ത്യയുടെ ഈ യുദ്ധ മികവ് പാശ്ചാത്യ ലോകത്തെയും മാധ്യമങ്ങളെയും അസൂയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ യുദ്ധ വിജയം കണ്ടില്ലെന്ന് നടിച്ച് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫേൽ എന്ന അപകടകാരിയായ റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന വാദങ്ങളാണ് ലോകമാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഇതിന് തെളിവുകൾ നൽകാൻ പാകിസ്ഥാന് സാധിച്ചിട്ടുമില്ല. അതേസമയം യുദ്ധമുഖത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് ഇന്ത്യൻ സേനയും വ്യക്തമാക്കിയിരുന്നു. അതിർത്തി ഭേദിക്കാതെ തന്നെ പാകിസ്ഥാനിലെ ഏതൊരു നഗരവും ഇന്ത്യക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുമെന്നാണ് ഈ യുദ്ധത്തിൽ വളരെ കൃത്യമായിട്ട് ലോക ജനങ്ങൾ മനസ്സിലാക്കിയത്. പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം ആകാശ യുദ്ധത്തിലെ ഇന്ത്യൻ മികവിന് തെളിവായി മാറി. ലോകമാധ്യമങ്ങൾക്ക് ഇന്ത്യ വിജയിച്ചു എന്ന് പറയേണ്ടി വന്നു. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന് അരികെ അടക്കം ഇന്ത്യ മിസൈൽ വർഷിച്ചു എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തെ വിളിച്ച് യാചിക്കേണ്ട അവസ്ഥയും വന്നു. ഇതിനിടെ ഈ വിജയത്തിനിടയിലും ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്നും ലോകമാധ്യമങ്ങൾ എഴുതി. ഇതിൽ പ്രധാനമായ ഫ്രാൻസിന്റെ റഫേൽ വിമാനം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ചെങ്ഡു J-10C യുദ്ധവിമാനം വീഴ്ത്തി എന്നായിരുന്നു. ഈ പറയുന്ന ചെങ്ഡു എന്ന് പറയുന്ന സാധനത്തിനെ ഇന്ത്യൻ ആർമി നിലം തുടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നടത്തിയ ആ ഒരു ഓപ്പറേഷൻ അത് കൃത്യമായിട്ട് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. കേൾക്കാം.